നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ തന്നെ കുറച്ച് പ്രോബ്ലം ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കൂടി പഠിക്കുന്നുണ്ട്. അതിനുശേഷം സൈൻ ട്രാൻസ്ഫോമും കൊസൈൻ ട്രാൻസ്ഫോമും ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് യൂസ് ഇറ്റ് ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x cos x minus sin x divided by x cube cos x by 2 dx. മെയ് 2025 KTU ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടോ, ഇവാലുവേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞതിനകത്ത് എല്ലാം എക്സിന്റെ ടേമുകളാണ് എടുക്കുന്നത് അല്ലെ. എക്സ് കോസ് എക്സ് സൈൻ എക്സ് എക്സ് ക്യൂബ് കോസ് എക്സ് ബൈ 2 ഡി എക്സ് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ എടുത്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ അതിനകത്തെല്ലാം ഒമേഗയായിരുന്നു കിടക്കുന്നത് അല്ലേ. നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ ആൻസർ ഫൈനൽ ആൻസറിനകത്ത് ഒമേഗയുടെ ഒരു ടീം കാണും. അതായത് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് ഒമേഗയാണ് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞതിനകത്തെല്ലാം എക്സ് ആണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒമേഗയിലുള്ള നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ഇൻവേഴ്സ് ആണ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, അതിനുശേഷം അതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കൂടി കണ്ടുപിടിക്കണമെന്നാണ് ആ ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇവിടെ ഫംഗ്ഷൻ തന്നേക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എങ്ങനെ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇനി നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ അറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഈ 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെ വരുന്നത്? -1 to 1 ആണ്. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്? ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ പഠിച്ചിട്ടുള്ളത്? ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്താണ്? പറയണ്ടോ? 2 into integral 0 to a f of x dx if f of x is even. Okay, 0 f of x odd. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ -1 to 1 ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ്? എന്താണ്? is equal to 1/√2 pi integral -1 to 1 1 minus x square. ഇതെന്താ വരുന്നത്? cos ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ടി എക്സ്. ഇനി നമുക്ക് എന്താണ്? നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടുന്നു? 1 മൈനസ് എക്സ് സ്ക്വയർ ഒരു ടൈം ആണ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്ന് കിട്ടുന്നു. അടുത്ത ടൈം ആയിട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണ്? ഐ സൈൻ ഒമേഗ എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുവാണ്. 1/√2 പൈ, എന്നിട്ട് ഞാൻ ഒരു ബ്രാക്കറ്റ് കൊടുത്തു, എന്നിട്ട് -1 to 1 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് ഫസ്റ്റ്. ഇനി മൈനസ് ഇട്ടു, ഐ എടുത്ത് വെളിയിലിട്ടേക്ക്. ഇന്റഗ്രൽ -1 to 1 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ,
ഇത് ഓഡ് ആണോ ഈവൻ ആണോ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? കോസ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ആണോ ഈവൻ ആണോ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയാൽ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയാൽ അത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മൈനസ് എക്സ് കൊടുത്താൽ, എക്സിന്റെ അവിടെ മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ആണ് കിട്ടുക. അതായത് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് തന്നെ കിട്ടി. അപ്പൊ ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതേപോലെ നമ്മുടെ ഇത് കണ്ടുപിടിക്കുക. നമ്മുടെ ഇവിടെ എന്തൊക്കെയുണ്ട്? 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടീമും ഉണ്ട്, കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്ന ഒരു ടീമും ഉണ്ട്, ഫസ്റ്റ് ഇന്റഗ്രൽ. അപ്പൊ അതാണ് ഞാൻ ആദ്യം സോൾവ് ചെയ്യുന്നത്. ഇനി കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾ റിസൾട്ട് എന്താ? റിസൾട്ട് കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ നമ്മൾ ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടീസിനകത്ത് പഠിക്കുന്നതാണ്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ തീറ്റ ആണെന്ന് പഠിക്കുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്നും ഇതൊരു ഓഡ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുന്നു. ഇതൊരു ഈവൻ ആണ്, ഇതൊരു ഓഡ് ആണെന്ന് എനിക്കറിയാൻ പറ്റും. ഇനി ഈ 1 മൈനസ് എക്സ് സ്ക്വയർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഞാൻ സൈഡിലായിട്ട് ചെയ്ത് കാണിക്കും. 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കും. ഇതിനകത്ത് എഫ് ഓഫ് മൈനസ് എക്സ് ഞാൻ കാണാൻ പോവുകയാണ്. അപ്പൊ എന്താ കിട്ടുന്നത്? 1 മൈനസ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടുന്നു? 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കിട്ടിയില്ലേ? അപ്പൊ ഇതെന്ത് ഫംഗ്ഷൻ ആണ്? ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ക്ലിയർ? ഇനി അപ്പൊ ഞാൻ ഇവിടെ ഇതും അപ്പൊ ഈവൻ ആണ്. അപ്പൊ ഈവനെ ഇൻറ്റു ഈവനെ ആണ് ഇത് വരുന്നത്. ഇതൊരു ഈവൻ ആണ്. ഓക്കെ, അപ്പൊ ഈവനെ ഇൻറ്റു ഓഡ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ ഇൻറ്റു ഓഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈവനെ നിങ്ങൾ പോസിറ്റീവ് സൈനായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്? എന്താണ്? പോസിറ്റീവ് തന്നെയല്ലേ? അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടുന്നു? ഈവൻ എന്ന് കിട്ടുന്നു. ക്ലിയർ? അതേപോലെ ഓഡിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് സങ്കല്പിക്കുക. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ? എന്താണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്? നെഗറ്റീവ് സൈൻ അല്ലേ വരുന്നത്, അതായത് ഓഡാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇന്റഗ്രൽ എന്തായി മാറുന്നു? ഓഡായി മാറുന്നു. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താണ്? ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായി മാറുന്നു? 0 ആയി മാറുന്നു ഓഡായാൽ. ക്ലിയർ? അപ്പൊ ഈ രണ്ടാമത്തെ ഇന്റഗ്രലിലെ ടൈം 0 ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി ബാലൻസ് ഉള്ളതിനകത്ത് എന്ത് മാറ്റം വരുന്നു? 1/√2π. അപ്പം ഇന്റഗ്രൽ മൈനസ് 1 to 1 ആണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു? ഈവൻ ആകുമ്പോൾ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായി മാറുന്നു ഈവൻ ആയാൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരുന്നു? എന്ത് വരുന്നു? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് മാറുന്നു. ക്ലിയർ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ √2 ഇവിടുത്തെ ഒരു 2വിനകത്ത് ഒരു റൂട്ട് കൂടെ വെട്ടിക്കഴിഞ്ഞാൽ എന്താകുന്നു? √2 ഡിവൈഡ് ബൈ √π എന്നാകുന്നു. ക്ലിയർ? ഇനി എന്താ നമ്മൾ വേണ്ടത്? ഈ √2/√π എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? √2/π എന്ന് ഒന്നിച്ച് എഴുതാം. ഓക്കെ, ഞാനപ്പോൾ √2/π എന്ന് എഴുതും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ബെർണോളിസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ അതേപോലെ എഴുതുന്നു. ഇനി എന്താണ്? കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. അടുത്ത 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം -2x. ഇനി നമ്മുടെ സെക്കൻഡ് ടൈം ആയിട്ടുള്ള സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയുടെ ഇന്റഗ്രൽ ആണ് നമ്മൾ എടുക്കേണ്ടത്. അറിയാമല്ലോ ബെർണോളിസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോസ് ഒമേഗ എക്സ് മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ വരുന്നു. അടുത്ത ടൈമിൽ നമ്മൾ പ്ലസ് സൈൻ ഇട്ടിട്ട് -2x ഡെറിവേറ്റീവ് ആണ് ഇത്. അതപ്പോൾ -2 വരുന്നു. ഇനി അടുത്ത എന്താണ്? മൈനസ്
കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്ത് കിട്ടുന്ന മൈനസ് കോസിന്റെ എന്താണ് ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ആണ്. ഓൾറെഡി ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഒമേഗ ക്യൂബ് ഉണ്ട്. അടുത്ത ടൈം ഉണ്ടോ? ഇല്ല. -2ന്റെ ഡെറിവേറ്റീവ് 0 ആയി. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് നോക്കാം. ഇനി നമ്മളൊന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രൽ കിട്ടിയ ഉത്തരത്തിനകത്ത് സൈൻ ഒക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ √2/π 1 - x സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ഇവിടെ ഈ മൈനസ് ഇവിടെ പ്ലസ് ആവുന്നു, പക്ഷെ എന്നാലും ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ -2x കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. ഈ -2ഉം ഈ സൈൻ്റെ കൂടെയുള്ള മൈനസ് ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പൊ പ്ലസ് തന്നെയാണ് വരുന്നത്. +2 സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ക്യൂബ് 0 to 1. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇതിനകത്ത് കൊടുത്താൽ മതി. അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ √2/π അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം നോക്കൂ, 1 - x സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ 1 - 1 0 ആയി മാറത്തില്ല. അപ്പോൾ ആ ടൈം ഫുള്ള് 0 ആയി മാറും. 0 - 2 × x അല്ലേ. അപ്പോൾ 2 × 1 എന്താ? 2 കോസ് ഒമേഗ എക്സ് ആണ്. അപ്പോൾ എക്സിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കും. അപ്പോൾ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ +2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇനി എന്താണ്? മൈനസ് ലോവർ ലിമിറ്റ് 0 അല്ലേ. എക്സ് ഉള്ളിടത്ത് 0 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 1 - 0 1 വരും ഇൻറ്റു സൈൻ 0. സൈൻ 0യുടെ വാല്യൂ എന്താണ്? 0 അല്ലേ. അപ്പോൾ ആദ്യത്തെ ടൈം 0 ആയി മാറും. -2 × 0 0, അപ്പോൾ അതും 0 ആയി മാറി. +2 × സൈൻ 0, അപ്പോൾ അതും എന്താണ്? 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് ഫുള്ള് നമുക്ക് എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. ഇനി നമ്മൾ which is equal to √2/π. നമുക്ക് അപ്പോൾ ആൻസർ എന്താ കിട്ടിയത്? -2 കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ +2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഈ ഒരു -2 എടുത്ത് നമ്മൾ വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? √2/π -2 എടുത്ത് വെളിയിലിട്ടാൽ എന്താകും? എന്നിട്ടൊരു ഇവിടെ കണ്ടോ, ഇവിടെ ഒമേഗ സ്ക്വയർ അല്ലേ. ഇവിടെ ഒമേഗ ക്യൂ ആക്കാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഒരു ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എന്താകുന്നു? എന്തായി മാറും? ഒമേഗ കോസ് ഒമേഗ. അടുത്ത -2 നമ്മൾ എടുത്ത് വെളിയിലിട്ട്, അപ്പോൾ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടിയത്? which is equal to √2/π ഇൻറ്റു -2 ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ബാക്കി ചെയ്യാൻ പോകും. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? f(ω) ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ കാണേണ്ടത്. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെ കാണാം? അതിന്റെ ഫോർമുല എന്താണ്? f(x) is equal to 1/√2π ഇന്റഗ്രൽ -∞ to ∞ f(ω) e⁻⁰ dω ആണ്. ഓക്കെ, ഇവിടെ dx അല്ല dω ആണ് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 1/√2π ഇന്റഗ്രൽ -∞ to ∞ f(ω) നമുക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട്. അത്രയും ടൈം നമ്മൾ എഴുതുക ഇതിനകത്ത്. അപ്പോൾ -2 × √2/π ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് e⁻⁻ dω. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ എന്തിലാണ്? ഒമേഗയിലാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ വെട്ടിക്കളയാനുള്ള ടേമുകളൊക്കെ വെട്ടിക്കളഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഈ √2 ഇവിടുത്തെ ഈ √2 കൂടെ കട്ടായി. അപ്പോൾ ന്യൂമറേറ്റർ ഒരു -2 ഉണ്ട്. ഓക്കെ, ഡിനോമിനേറ്റർ √π ഉണ്ട്, അകത്ത് ഒരു √π ഉണ്ട്. അപ്പോൾ √π × √π എന്താണ്? π ആണ്. അപ്പോൾ എന്ത് കിട്ടുന്നു? വെളിയിൽ അപ്പോൾ -2/π എന്ന് കിട്ടുന്നു. ഇനി ഇന്റഗ്രലിനകത്ത് എന്താണ്? -∞ to ∞ ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ, ഡി എക്സ് അല്ല, ഡി ഒമേഗ. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ്, എന്തിലാണ്? -∞ to ∞, അതായത് -a to a ഫോമിലല്ലേ. അപ്പോൾ ഓഡ് ഈവന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? -2/π ഇന്റഗ്രൽ -∞ to ∞ ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഈ ഇ റേസ് ടു ഐ ഒമേഗ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ എന്താ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഈ ടേമിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഐ ഇൻറ്റു ഇത് ഇൻറ്റു ഇത്. ഓക്കെ, ക്ലിയർ? എന്നിട്ട് നമ്മൾ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? മുമ്പ് ചെയ്ത പോലെ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ -2/π ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു, -∞ to ∞. ഫസ്റ്റ് ഇന്റഗ്രലിനകത്ത് ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ പ്ലസ്, ഓക്കെ അല്ലേ, ഐ ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഒരു സെക്കൻഡ്, ഇവിടെ ഇന്റഗ്രൽ നമ്മൾ എടുത്തില്ല. ഇന്റഗ്രൽ -∞ to ∞ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഐ ഇൻറ്റു ഇന്റഗ്രൽ ഇടാൻ വിട്ടുപോയതാണ്, ഇന്റഗ്രൽ ഇട്ടേക്കണേ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമുക്ക് ഇത് ഓടാണോ ഈവൻ ആണെന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. കോസ് ഒമേഗ എക്സ് ഈവൻ ആണെന്നും സൈൻ ഒമേഗ എക്സ് ഓടാണെന്ന് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒമേഗ കോസ് ഒമേഗ, അതായത് എഫ് ഓഫ് ഒമേഗ ആയിട്ട് എടുത്താൽ ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഓടാണ് ഈവനാണ് ചെക്ക് ചെയ്യണം. അപ്പൊ എഫ് ഓഫ് മൈനസ് ഒമേഗ എടുത്താൽ ഒമേഗ ഉള്ളിടത്തെല്ലാം മൈനസ് ഉള്ളത്. അപ്പൊ മൈനസ് ഒമേഗ കോസ് ഓഫ് മൈനസ് ഒമേഗ മൈനസ് സൈൻ ഓഫ് മൈനസ് ഒമേഗ ബൈ മൈനസ് ഒമേഗ ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. അപ്പൊ കോസ് ഓഫ് മൈനസ് ഒമേഗ എന്താണ്? കോസ് ഒമേഗയാണ്. മൈനസ് സൈൻ ഓഫ് മൈനസ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ. അപ്പൊ മൈനസ് മൈനസും പ്ലസ് ആയിട്ട് പ്ലസ് സൈൻ ഒമേഗ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ മൈനസ് ഒമേഗ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഒമേഗ ക്യൂബ് ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും ഒരു മൈനസ് എടുത്ത് വെളിയിലിട്ടാൽ ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ മൈനസ് ഒമേഗ ക്യൂബ്. ഈ മൈനസ് മൈനസും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ എഫ് ഓഫ് ഒമേഗ കിട്ടുന്നു. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് ഈവൻ ആണെന്ന്. അപ്പൊ ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ ആണ്. ഇതെന്താണ്? ഈവൻ ആണ്. അപ്പൊ ഈവൻ ഇൻറ്റു ഓഡ് എന്താണ്? ഓഡ് ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ 0 ആയി മാറുന്നു. ക്ലിയർ? അപ്പൊ നമ്മൾ ബാക്കി ചെയ്യാം. which is equal to എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എല്ലാം എഫ് ഓഫ് എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്ന എഫ് ഓഫ് എക്സ് ആണ്. -2/π 2 into integral 0 to infinity omega cos omega minus sin omega by omega cube
കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ ചെയ്യുന്നത് ഇത് എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഇന്റഗ്രലിന്റെ പാർട്ടിലുള്ള സാധനം ഈ സീറോ ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 to infinity ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂ ബൈ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇത് ഇവിടെ ഇട്ടിട്ട് ഈ -2/π ഇൻറ്റു 2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്തായി മാറും? -π/4 എഫ് ഓഫ് എക്സ് എന്നായി മാറത്തില്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ ഈ വട്ടം ഇട്ടേക്കുന്ന സാധനം എഫ് ഓഫ് എക്സിന്റെ അവിടോട്ട് കൊണ്ടുവരുന്നത് എന്താ? വട്ടം ഇട്ടേക്കുന്നത് എന്താ? -2/π ഇൻറ്റു 2, അതായത് -4/π. അത് നമ്മൾ ലെഫ്റ്റിലുള്ള എഫ് ഓഫ് എക്സിന്റെ അവിടോട്ട് കൊണ്ടുപോയാൽ നേരെ തിരിഞ്ഞു വരത്തില്ലേ? -π/4 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അത്രയും. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? വിച്ച് ഇസ് ഈക്വൽ ടു -π/4. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്? 1 - x² mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 mod x ഗ്രേറ്റർ ദാൻ 1. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനകത്തേക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഇവാലുവേറ്റ് എന്ന് പറയുന്ന ആ പോർഷൻ മാത്രം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to infinity x cos x minus sin x by x cube cos x/2 dx. ഇതാണ് നമ്മുടെ പ്രൂവ് ചെയ്യുന്നത്. ഇതിൽ ഇന്റഗ്രൽ 0 to infinity ഉണ്ട്, എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ്. അത് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒമേഗേന്റെ അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? എക്സ് കൊടുത്താൽ ഈ ഒരു പോർഷനകത്ത് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത്രയും പാർട്ട് കിട്ടും. ബാക്കിയുള്ള കോസ് x/2 എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ട്. അപ്പൊ അവിടെ നോക്കുക, ഇവിടെ കണ്ടോ കോസ് ഒമേഗ എക്സ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതിനാണ് നമ്മൾ എക്സ് കൊടുക്കുന്നത്? എക്സ് കൊടുക്കുന്നത് ഏതിനാ? ഒമേഗ ഉള്ളിടത്താണ് എക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ, ഈ കോസ് ഒമേഗ എക്സിനകത്ത് ഇവിടെ ഒരു എക്സ്. ആ എക്സിനൊപ്പം നമ്മൾ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കും? ഈ ഒരു ഫോമിൽ ഇവിടെ ഇപ്പൊ കോസ് ഒമേഗ എക്സ് ആണ്, അതായത് കോസ് ഒമേഗ എക്സ് ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കേണ്ടതിനകത്ത് കോസ് x/2 ആണ്. ഈ ഒമേഗയ്ക്ക് നമ്മൾ പിന്നീടാണ് നമ്മൾ എക്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? പറയൂ, എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? ആ എക്സിന്റെ അവിടെ ഒരു ടേം ഉണ്ട്, കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പറയാം. എക്സിന് 1/2 അല്ലേ കൊടുക്കണ്ടേ? 1/2 കൊടുത്താലല്ലേ ഇവിടെ നമ്മൾ എക്സിന് 1/2 കൊടുത്തു കഴിയുമ്പോൾ കോസ് ഒമേഗ/2 കിട്ടും. പിന്നീട് നമ്മൾ ഒമേഗയ്ക്ക് എക്സ് കൊടുക്കുമ്പോൾ കോസ് x/2 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പുട്ട് x is equal to എന്ത് കൊടുക്കുക? എന്ത് കൊടുക്കുക? പറയൂ, എന്ത് കൊടുക്കുക? 1/2 കൊടുക്കുക. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ എക്സ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ 1/2 കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇന്റഗ്രലിന് മുന്നേ പുട്ട് x is equal to 1/2 എഴുതണം. അപ്പോൾ നമ്മൾ പുട്ട് x is equal to 1/2. ഇന്റഗ്രൽ 0 to infinity ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ ബൈ ക്യൂബ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു -π/4 ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ അവിടെയാണ്. എഫ് ഓഫ് എക്സിന്റെ അവിടെ 1/2. ഓക്കെ, അപ്പൊ എഫ് ഓഫ് 1/2 എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാലോ? നമ്മുടെ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് എന്താണ്? 1 - x² അല്ലേ? അപ്പൊ എഫ് ഓഫ് 1/2 എന്താ? 1 - 1/2 the whole square, which is equal to എന്ത് കിട്ടുന്നു? 1 - 1/4 എന്ത് കിട്ടുന്നു? 3/4 എന്ന് കിട്ടുന്നു. ഓക്കെ, എഫ് ഓഫ് 1/2 എന്താണ്? 3/4. which is equal to നമുക്ക് എന്ത് എഴുതാം? -π/4 ഇൻറ്റു 3/4 എന്ന് കിട്ടുന്നു. നമുക്ക് ആൻസർ അപ്പോൾ എന്ത് കിട്ടുന്നു? -3π/16.
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി പുട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു എക്സ് കൊടുക്കും. ഒമേഗ ഉള്ളിടത്തല്ല എക്സ് കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു? 0 to infinity എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് ഇൻറ്റു കോസ് എക്സ് ബൈ 2 ഡി എക്സ് ഐ ഇസ് ഈക്വൽ ടു മൈനസ് 3π ബൈ 16. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ എ 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. Hence deduce integral 0 to infinity sin t by t the whole square dt is equal to pi by 2. നമ്മൾ ചെയ്തു തുടങ്ങാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആദ്യം ഫോറിയർ ട്രാൻസ്ഫോം കാണും, എന്നിട്ട് പിന്നെ ഇൻവേഴ്സ്. ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഫോർമുല 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ മൈനസ് മോഡ് എക്സ് ആണ്. മോഡ് എക്സ് ലെസ് ദാൻ എ എന്നാണ് തന്നിട്ടുള്ളത്. മോഡ് എക്സ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ലിമിറ്റ് എന്താകുന്നു? മൈനസ് എ ടു എ ആവുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ മൈനസ് മോഡ് എക്സ് ആണ്. അതേപോലെ ഇരിക്കും ഇ റേസ് ടു മൈനസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെയും മൈനസ് എ ടു എ ഫോം ആണ്. അപ്പൊ നമുക്ക് ഓടാണോ ഇവനാണോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സിന്റെ നമ്മൾ അറിയാം കോസ് സൈനിലുള്ള എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ എ മൈനസ് മോഡ് എക്സ് എന്ത് വരുന്നു? കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 1/√2π ബ്രാക്കറ്റ് കൊടുക്കുന്നു മൈനസ് എ ടു എ മൈനസ് മോഡ് എക്സ് ഫസ്റ്റ് ടൈം അത് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് ഐ എടുത്ത് വെളിയിട്ടു ഇന്റഗ്രൽ മൈനസ് എ ടു എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം, അറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ എന്താണ്? ഇത് ഈവൻ ആണെന്നറിയാം, ഇത് ഓഡ് ആണെന്നറിയാം. ഇനി എ മൈനസ് മോഡ് എക്സ് ഓഡ് ആണോ ഈവൻ ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? എ മൈനസ് മോഡ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? എ മൈനസ് മോഡ് എക്സിനകത്ത് മൈനസ് എക്സ് വന്നാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എ മൈനസ് മോഡ് എക്സ് എന്നല്ലേ വരുന്നത്? ആണോ? ആണോ? ഇതിപ്പോ എന്താണ്? എന്താ? ഇതൊരു ഈവൻ ആണ് വരുന്നത്. അപ്പൊ ഇതെന്താണ്? ഇത് ഈവൻ ആണ്, ഇത് ഈവൻ ആണ്. രണ്ടാമത്തെ ഇത് 0 ആയി പോകുന്നു, ഒന്നാമത്തേത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/√2π നമ്മുടെ റിസൾട്ട് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a ആയി മാറുന്നു. എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നായി മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റിസൾട്ട് നമ്മൾ ഇനി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ എ മൈനസ് മോഡ് എക്സ് എന്നാണ്. ഈ മോഡ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട്. ഏതൊക്കെ വാല്യൂ ഉള്ളത്? ഒരു പോസിറ്റീവ് എക്സ് ഉണ്ട്, ഒരു നെഗറ്റീവ് എക്സ്. പോസിറ്റീവ് എക്സ് എവിടെ മുതൽ എവിടെ വരെയാണ്? ഓർമ്മയുണ്ടോ? നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ മൈനസ് എ 0 എ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മൈനസ് എ ടു 0 വരെയാണ് നമ്മുടെ എക്സ് ഏതാകുന്നത്? നെഗറ്റീവ് എക്സ് ആകുന്നത്. പോസിറ്റീവ് എക്സ് എപ്പോഴാകുന്നത്? 0 to a. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? എക്സിന്റെ അവിടെ എന്ത് എഴുതാം? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് എഴുതാം. മൈനസ് എക്സ് എന്താണ്? മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എഴുതാം. അപ്പൊ നമ്മുടെ ഇന്റഗ്രലിനകത്ത്
ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാണ് വന്നേക്കുന്നത്? 0 to a എന്നാണ് വന്നത്. ഇപ്പൊ 0 to aയിൽ നമ്മുടെ mod xന്റെ വാല്യൂ എന്താണ്? x ആണ്. ക്ലിയർ ആണോ? 0 to aയിൽ നമ്മുടെ mod xന്റെ വാല്യൂ എന്താണ്? x ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? a മൈനസ് mod x എന്നുള്ളതിന്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? വെറും x എന്ന് കൊടുക്കാം. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ പറയൂ പറയൂ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ കൊടുത്തോട്ടെ. ഇവിടെ നമുക്ക് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളാം. അല്ലെ വെട്ടിക്കളഞ്ഞു. ഇവിടുത്തെ റൂട്ട് 2 ഇവിടുത്തെ 2വിനകത്ത് റൂട്ട് 2 കൂടെ പോയാൽ റൂട്ട് 2 വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 2/π എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് 2/π ഇന്റഗ്രൽ 0 to a, ഇത് a മൈനസ് എക്സ് ആകുന്നു, കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ്. ക്ലിയർ? ഇവിടെ നമ്മൾ ബെർണോളിസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് 2/π a മൈനസ് എക്സ് എന്താണ്? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് എന്ത് കിട്ടുന്നു? -1 കിട്ടുന്നു. മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. അടുത്ത ടൈം ഇല്ല. 0 to a. ഇനി നമ്മളിത് ബ്രാക്കറ്റ് a മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ, ഇവിടെ മൈനസ് ആണ് വരുന്നത്, കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ 0 to a. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് എന്താണ്? a ആണ്. എക്സിന്റെ അവിടെ a കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ടൈം നോക്കുക, a മൈനസ് a അല്ലേ, അപ്പൊ ആ ടൈം 0 ആയി പോകത്തില്ലേ? അപ്പോൾ റൂട്ട് 2/π അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റിൽ ആദ്യത്തെ ടൈം 0 ആണ്, മൈനസ് കോസ് ഒമേഗ എ ബൈ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇനി മൈനസ് ലോവർ ലിമിറ്റ് എക്സിന്റെ അവിടെ 0 കൊടുക്കും. അപ്പൊ a മൈനസ് 0 a ആണ്. a ഇൻറ്റു സൈൻ 0. സൈൻ 0യുടെ വാല്യൂ എന്താ? 0 അല്ലേ, അപ്പൊ അത് 0 ആയി പോകുന്നു. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പൊ 1/ഒമേഗ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി റൂട്ട് 2/π മൈനസ് കോസ് ഒമേഗ എ പ്ലസ്, ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, ഒമേഗ സ്ക്വയർ, അപ്പോൾ പ്ലസ് 1/ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് എഴുതാം? റൂട്ട് 2/π 1 മൈനസ് കോസ് എ ഒമേഗ എന്ന് കിട്ടും, എ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമാണ്. ഇനി നമുക്ക് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, എന്തിന്റെ ടൈമാണ് കിടക്കുന്നത്? ഇവാലുവേറ്റിനകത്ത് എന്താ കിടക്കുന്നത്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ടി ബൈ ടി എന്നാണ് കിടക്കുന്നത് അല്ലേ. ഇപ്പൊ നമുക്ക് കിട്ടിയതിനകത്ത് എന്താ? കോസിന്റെ ടൈം അല്ലേ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സൈനിന്റെ ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ സൈനും കോസും കൂടെ കണക്ട് ചെയ്യുന്ന സൈൻ സ്ക്വയർ എന്ന് പറയുന്ന ടൈം വരുന്ന ഇക്വേഷൻ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ് ഇവിടെ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 1 മൈനസ് കോസ് എ ഒമേഗ എന്നൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. കോസ് 2 തീറ്റയുടെ ഇക്വേഷൻ അറിയത്തില്ലേ? കോസ് 2 തീറ്റയുടെ ഇക്വേഷൻസ് ഓർത്ത് നോക്കൂ. അതിൽ സൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷനിലേക്ക് നോക്കൂ. അപ്പോൾ എന്ത് വരും? നോക്കിയിട്ട് പറയും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്ത് കൊടുക്കാൻ പറ്റും? ഞാൻ ആ ഇക്വേഷൻ ഞാനൊന്ന് എഴുതി കാണിക്കാം, എന്നിട്ട് ഞാൻ അതിൽ നിന്നും നമ്മുടെ ഇതിലേക്ക് മാറ്റി കാണിക്കാം. ഇപ്പൊ കോസ് 2 തീറ്റ is equal to cos 2 തീറ്റ ആണ് 2x is equal to cos 2x നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല. നമ്മൾ 4 റിസൾട്ട് ആണ് കോസിൻ്റെത് പഠിച്ചിട്ടുള്ളത്, cos 2x പഠിച്ചിട്ടുള്ളത്. അതിൽ സൈനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ? ഇതിൽ നിന്ന് നമ്മൾ ഈ -2 സൈൻ സ്ക്വയർ എക്സിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 2 സൈൻ സ്ക്വയർ എക്സ്
ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x എന്നാകുന്നു. ഇതിൽ നിന്നും സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ബൈ 2 എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് എന്താണ് വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് 1 മൈനസ് കോസ് എ ഒമേഗ എന്നാണ് കിടക്കുന്നത് അല്ലേ? 1 മൈനസ് കോസ് എ ഒമേഗ, കോസ് എ ഒമേഗ. അപ്പൊ ഇവിടെ കോസ് 2 തീറ്റ എന്നുള്ള ടൈമിൽ നമുക്ക് വന്നിട്ടില്ല. ഇവിടെ 2ന്റെ ടൈം ഇല്ല. ഇവിടെ കോസ് എ ഒമേഗ എന്ന ഈ എക്സിന്റെ സ്ഥാനത്താണ് ഈ എ ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ വെറും കോസ്, അപ്പൊ 1 മൈനസ് കോസ് എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പൊ 1 മൈനസ് കോസ് എക്സ് ആകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 വരും. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, സൈൻ സ്ക്വയർ എക്സ് ബൈ 2ന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്താകുന്നു? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ബൈ 2 എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ കമ്പയർ ചെയ്തു. ഇവിടെ നമുക്ക് വേണ്ടത് 1 മൈനസ് കോസ്, ഈ എ ഒമേഗയുടെ അവിടെ എക്സ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കും. എന്നിട്ട് നിങ്ങൾ പറയാം, അതായത് 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നാണ് ഇപ്പൊ കിടക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നമുക്കിപ്പോൾ കിടക്കുന്ന എങ്ങനെയാണ്? 1 മൈനസ് കോസ് എ ഒമേഗ എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ എന്ത് വരും ഇവിടെ? 2 ഇൻറ്റു സൈൻ, എന്ത് കിട്ടുന്നു? 2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിന്റെ അവിടെ എ ഒമേഗ, അപ്പൊ എന്താ? എ ഒമേഗ ബൈ 2. ക്ലിയർ ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. നമ്മുടെ പ്രോബ്ലത്തിനകത്ത് നമുക്കിപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് √2/π 1 മൈനസ് കോസ് എ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഇവാലുവേറ്റ്, അല്ലെ ഡെഡ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം തന്നിട്ടുണ്ട്, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞു തന്നത്. അതിനകത്ത് സൈനിന്റെ ടേമിലാണ് നമ്മൾ അവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കോസ് ആണ് കിടക്കുന്നത്. അപ്പൊ കോസിനെ നമ്മൾ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോസ് 2x റിസൾട്ട് ആണ് നോക്കുന്നത്. കോസ് 2x റിസൾട്ട് നമുക്കറിയാം. 1 മൈനസ് കോസ് 2x റിസൾട്ടിൽ സൈനുമായിട്ട് കണക്ഷൻ വരുന്ന റിസൾട്ട് ആണ് നമ്മുടെ. അപ്പൊ കോസ് 2x ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നറിയാം. അതിൽ നിന്നും 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x എന്ന് എഴുതുന്നു. ഇനി നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കുന്ന 1 മൈനസ് കോസ് എ ഒമേഗ എന്നാണ്. ഈ എ ഒമേഗയെ നിങ്ങൾ എക്സ് ആയിട്ട് സങ്കല്പിച്ചാൽ 1 മൈനസ് കോസ് എക്സ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ 1 മൈനസ് കോസ് എക്സിന്റെ റിസൾട്ട് എന്താ വരുന്നത്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. എക്സ് ഉള്ളിടത്ത് എക്സ് ബൈ 2 ആയി, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ 1 മൈനസ് കോസ് എ ഒമേഗയുടെ ഇക്വേഷൻ എന്താകുന്നു? 2 ഇൻറ്റു സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2 എന്നാകുന്നു. അതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ആ സംഭവം കൊടുക്കാൻ പോകുമ്പോൾ √2/π 2 സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2, എ ഒമേഗ ബൈ 2 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഓക്കെ. ഇതാണ് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ഒമേഗ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ഇനി നമ്മൾ ഇൻവേഴ്സ് കാണണം, അല്ലെ? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഴുതുക, ഇൻവേഴ്സ് ഫൊറിയർ എന്ന് എഴുതിക്കാണ്, ഫൊറിയർ ട്രാൻസ്ഫോം എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എഫ് ഓഫ് ഒമേഗയുടെ ഉത്തരം നമ്മൾ അതിൻ്റെ അവിടെ എഴുതുന്നു. അപ്പോൾ 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി √2/π 2 സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം.
അപ്പൊ എന്താകുന്നു, നമുക്ക് ഇവിടുത്തെ റൂട്ടും ഇവിടുത്തെ റൂട്ടും വെട്ടിക്കളയാം. അപ്പോൾ മുകളിൽ ഒരു 2 ഉണ്ട്, ഇവിടെ റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ പൈ ആയി മാറുന്നു. അപ്പൊ നമുക്ക് എന്തെടുത്ത് വെളിയിലിടാം, അകത്തുള്ള 2 കൂടെ വെളിയിൽ വന്നാൽ 2/π എന്നായി മാറും. 2/π ഇന്റഗ്രൽ -∞ to ∞ സൈൻ സ്ക്വയർ a omega/2 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ കൂടെ ഈ e⁻i⁻x പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താ കൊടുക്കുന്നത്, നമ്മൾ cos ωx പ്ലസ് i sin ωx ഇൻറ്റു ഡി ഒമേഗ നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ ഇന്റഗ്രലിൽ സ്പ്ലിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മുമ്പേ ചെയ്യുന്നത് പോലെ തന്നെ സ്പ്ലിറ്റ് ആക്കും. അപ്പോൾ ആ 2/π നമ്മൾ എടുത്ത് വെളിയിട്ടു. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യുവാണ് ഇന്റഗ്രല്. ഫസ്റ്റ് ഇന്റഗ്രല് -∞ to ∞ സൈൻ സ്ക്വയർ a⁻/2 ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു cos ωx ഡി ഒമേഗ പ്ലസ് i ഇൻറ്റു ഇന്റഗ്രൽ -∞ to ∞ സൈൻ സ്ക്വയർ a⁻/2 ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ωx ഡി ഒമേഗ. ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഓഡ് ഈവൻ്റേതാണ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. സൈൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എന്താണ്? സൈൻ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് അറിയാം. ഒരു ഓഡ് ഫംഗ്ഷൻ. ഈ സൈനിന്റെ ഓഡ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എന്താണ്, ഇപ്പൊ ഞാനൊരു -1 എന്ന് പറയുന്ന ഒരു ഓഡ് എന്നറിയാം. ഈ -1ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? -1ന്റെ സ്ക്വയർ എന്താ? 1 ആയി മാറത്തില്ലേ? പോസിറ്റീവ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ സൈൻ ഓഡ് ആണ്, ഓഡിന്റെ സ്ക്വയർ എപ്പോഴും ഈവൻ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ സൈൻ സ്ക്വയർ a⁻/2 ബൈ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്താ വരുന്നത്? ഈ ഒരു ഫുൾ ടൈം നമുക്ക് ഈവൻ ആയിട്ടാണ് കിട്ടുന്നത്. ഒമേഗയാണ്, ഒമേഗന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് അതും പോസിറ്റീവ് ആയിട്ടുള്ള ടൈമാണ് വരുന്നത്. സൈൻ ആണ്, സൈൻ്റെ സ്ക്വയർ വരുന്നത് കൊണ്ട് അത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതെന്താണ്? ഇതൊരു ഈവൻ ആണ്. ഇതെന്താണ്? ഇത് ഈവൻ ആണ് നമ്മൾ പറഞ്ഞു. ഇതെന്താണ്? ഓഡ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഈവൻ ഇൻറ്റു സെക്കൻഡ് ഇന്റഗ്രലിനകത്തുള്ള ടൈമാണ് 0 ആയി മാറുന്നത്. ഫസ്റ്റ് ഇന്റഗ്രൽ ഉണ്ട്, ഇന്റഗ്രൽ അപ്പൊ എന്താകുന്നു? ഇന്റഗ്രൽ 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി ആയി മാറുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ എനിക്ക് എന്ത് എഴുതാം? 2/π 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ a⁻/2 ബൈ ഒമേഗ സ്ക്വയർ cos ωx ഡി ഒമേഗ എന്നാണ് കിട്ടുന്നത്. മറ്റേ സെക്കൻഡ് ഇന്റഗ്രൽ 0 ആയി മാറും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഒന്ന് നോക്കണം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അവർ തന്നിരിക്കുന്നതിനകത്ത് 0 ടു ഇൻഫിനിറ്റി sin t/t the whole square dt എന്നൊക്കെ കിടക്കുന്നത് അല്ലേ? ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇനി നമ്മൾ ഇപ്പൊ നമുക്ക് f(x) എന്ന് പറഞ്ഞിരിക്കുന്നു. f(x) അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 4/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ a⁻/2 ബൈ ഒമേഗ സ്ക്വയർ cos ωx ഡി ഒമേഗ. അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം?
integral 0 to infinity sin square a omega by 2 divided by omega square cos omega x d omega is equal to pi by 4 ആവില്ല അപ്പുറത്തോട്ട് pi by 4 into f of x എന്നായി മാറും. ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്നത് ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനകത്ത് പ്രൂവ് ചെയ്ത് ഇതെടുക്കേണ്ടത് sin d by t ഇല്ല, t the whole square dt is equal to pi by 4. ഇവിടെ നമുക്ക് ഈ സൈൻ്റെ ടേം ഉണ്ട്, ഓക്കെ, അത് ഓക്കെയാണ്. ഈ സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2 ബൈ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന് നമ്മൾ ഈ സ്ക്വയർ എടുത്ത് നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താകാം, അത് റെഡിയാക്കാൻ പറ്റുമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ? സൈൻ എ ഒമേഗ ബൈ 2 ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷേ ഡി ടി ഒമേഗയുടെ അവിടെ ടി കൊടുത്തു കഴിഞ്ഞാൽ ഡി ഒമേഗ എന്നുള്ള ഡി ടി ആകും. പക്ഷെ ഇവിടെ ഒരു കോസ് ഒമേഗ എക്സ് ഉണ്ട്. ആ കോസിന്റെ ടൈം കളയാനായിട്ട് നമ്മൾ ഏതിന് വാല്യൂ കൊടുക്കും? കോസിന്റെ ടൈം എങ്ങനെ കളയുന്നത്? എന്തിന് വാല്യൂ കൊടുക്കും? ഇവിടെ നമ്മൾ ഒമേഗയുടെ അവിടെ ആണ് ടി കൊടുക്കുന്നത്, ഓക്കെ അല്ലേ? ഒമേഗക്കാണ് ടി കൊടുക്കുക. അപ്പൊ എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? ആ ടൈം നമുക്ക് കളയണം. അപ്പൊ എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? എക്സിന് എന്ത് കൊടുക്കാം? പറയൂ, എന്ത് കൊടുക്കും? ആരെങ്കിലും പറയൂ, എക്സിന് എന്ത് കൊടുക്കും? പറയൂ, ക്ലിയർ ആണോ? അപ്പൊ ഞാൻ എക്സിന്റെ അവിടെ എന്താ കൊടുക്കുന്നത്? എക്സിന്റെ അവിടെ 0 ആണ് കൊടുക്കുന്നത്. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്തായി മാറുന്നു? പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്തായി മാറുന്നു? 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2 ബൈ ഒമേഗ സ്ക്വയർ കോസ് 0. കോസ് 0 എഴുതണ്ടാലോ, കോസ് 0 1 ആണ്. ഓക്കെ, എക്സിന്റെ അവിടെ നല്ല എഴുതിട്ടോ, കോസ് 0 d omega is equal to pi by 4 f of 0. Okay. ഇനി എഫ് ഓഫ് എക്സ് എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? എ മൈനസ് മോഡ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് 0 എന്തായി മാറുന്നു? എന്തായി മാറുന്നു? എ ആയി മാറുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2 ബൈ ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു pi by 4 into a എന്നായി മാറും. ഇത്രയും ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സൈൻ ടി എന്നാ വരുന്നത്, സൈൻ ടി ബൈ ടി എന്ന് വരുന്നത്. ഒമേഗയ്ക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടി കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഒമേഗയുടെ കൂടെ നമ്മൾ സൈൻ്റെ അവിടെ എന്തുണ്ട്? എ ഉണ്ട്. അപ്പൊ എ കളയണം. എ കളയാൻ നമുക്ക് എക്ക് ഏത് വാല്യൂ നോക്കാം? സൈൻ ടി എന്നാകാം. ഒമേഗയ്ക്കാണ് നമ്മൾ ടി കൊടുക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ഓക്കെ ആണോ? പറയൂ, എ നമുക്ക് കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ സൈൻ അകത്ത് സൈൻ ടി ബൈ 2 എന്ന് വല്ല ടേം ഉണ്ടോ? ഇല്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിനകത്ത് സൈൻ ടി എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്താ കിടക്കുന്നത്? സൈൻ ടി ബൈ ടി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഞാൻ ആ സ്ക്വയർ മാറ്റിയിട്ടുള്ള ടേമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? സൈൻ സ്ക്വയർ എ ഒമേഗ ബൈ 2 ആണ്. അപ്പൊ ആ 2 നമുക്ക് വേണ്ട. 2 വേണ്ടാന്നുണ്ടെങ്കിൽ എക്ക് അപ്പൊ ഏത് വാല്യൂ കൊടുക്കും? എക്ക് ഒരു 2 കൊടുത്താൽ പോരെ. അപ്പൊ 2/2 എന്തായി മാറുന്നു? 1 ആയി മാറുന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പുട്ട് എ ഈസ് ഈക്വൽ ടു 2 കൊടുക്കുന്നു. പുട്ട് എ ഈസ് ഈക്വൽ ടു 2 കൊടുത്താൽ എന്തായി മാറുന്നു? 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ 2 ആയ 2/2 എന്തായി മാറുന്നു? 1 ആകുന്നു. അപ്പൊ സൈൻ സ്ക്വയർ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു pi by 4 into a ഉള്ളിടത്തെല്ലാം 2 ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഉണ്ട്. ഇതും വെട്ടിയിട്ട് ഇവിടെ താഴെ ഒരു 2 ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ
ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 5/2 എന്നാണ് കിട്ടിയേക്കുന്നത്. ക്ലിയർ? ഇനി സൈൻ സ്ക്വയർ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 5/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് ടിയിലുള്ള ടൈമാണ്. അപ്പോൾ ഒമേഗയ്ക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടി കൊടുക്കുന്നത്. അപ്പോൾ പുട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ടി കൊടുക്കും. പുട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 0 to infinity sin t by t the whole square dt is equal to 5/2 എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ?